വെൽക്കം ബാക്ക് ടു സേനി ടോക്സ്. ഞാൻ സെനി റമിത്തിലെ. ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് ഒരു 1 വീക്ക് മുമ്പേ 24 ചാനലിൽ വന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രേതങ്ങൾ സത്യമോ മിഥ്യയോ എന്നുള്ളത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നുള്ള അത് മാത്രമല്ല, ഇത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ പ്രേതങ്ങളിൽ വിശ്വാസമുള്ള ഒരു ടീമും പ്രേതങ്ങളിൽ വിശ്വാസമില്ലാത്ത മറ്റൊരു ടീമും തമ്മിലുള്ള ചർച്ചയാണ്. അതില് സ്വാമി സുനിൽ പരമേശ്വരൻ, തോമസ് ഐസക് അടങ്ങുന്ന ഒരു ടീം, സൈക്കാട്രിസ്റ്റ് ലിയാഖത്ത് തുടങ്ങിയ മറ്റൊരു ടീം, ഇവർ തമ്മിലുള്ള ചർച്ചയാണ്. അതില് തോമസ് ഐസക്കിനെ പോലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ പ്രേത കഥകൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പ്രേതങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പറയുന്നത്. അതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ, അത് നിങ്ങൾ ആ ചാനലിൽ കയറിയിട്ട് ആ പ്രോഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. അതിൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ, എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കമന്റ് ബോക്സിലൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഒരു അനുഭവം നമുക്ക് വരുമ്പോൾ മാത്രമാണ് ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ, അതുവരെ നമ്മൾ ഇതിനെയൊക്കെ നിഷേധിച്ചു കൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അത് എന്താണ് എന്നുള്ളതൊന്നും എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ടൊന്നും സംസാരിക്കുന്നതൊന്നും അറിയില്ല. എങ്കിലും എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും നമുക്ക് ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്, അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ ടീം പറയുന്നത് അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ അത് സ്വപ്നമായി വരികയാണ്. അങ്ങനെ കുറെ, അതിൻ്റെ ടെക്നിക്കൽ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളായിരുന്നു മുമ്പ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ കുറെ നമ്മളെ മദ്രസ പഠന കാലഘട്ടത്തിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദൈവത്തിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളൊരു പ്രാക്ടിക്കൽ മൈൻഡിൽ ഇതൊക്കെ സത്യം തന്നെയാണോ എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചില സമയത്ത് തമാശയായിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു, ഇതൊക്കെ സത്യമാണോ, മരിച്ചു പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബർസ്ഥാനിൽ ഒരു ക്യാമറ വെക്കണം, അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ പ്രായത്തിൽ കേട്ടോ. പക്ഷെ നമുക്ക് അറിയാം, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മണ്ണായിട്ട് മാറും, പിന്നെ അവിടെ കുറച്ച് അസ്ഥികൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ മതഗ്രന്ഥങ്ങളിലൊക്കെയും, അത് എല്ലാ മതങ്ങളിലുമുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മരണാനന്തര ജീവിതമുണ്ട്, നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒരു ലൈഫ് കിട്ടും, നല്ല കാര്യങ്ങൾ സംഭവിക്കും, മോശം ലൈഫ് നയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കും എന്നുള്ള പല കഥകളും. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന, നമ്മളൊരു മണ്ണിന്റെ അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സ്വർഗം ഉണ്ടാവുന്നുണ്ട്, അല്ലെ അവിടെ എന്താ നരകമുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രായം. പക്ഷെ നമ്മൾ കാലങ്ങൾ ഈ പ്രേതങ്ങളിലോ ഇതിലൊന്നും നമ്മൾ പ്രാക്ടിക്കലി അതൊന്നും വിശ്വസിക്കാത്ത ആൾ. അങ്ങനെ പക്ഷെ പിന്നീട് വിശ്വാസങ്ങളൊക്കെ വന്നു, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ചു കാലം താമസിച്ചു. അത് എങ്ങനെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ പുനർജന്മങ്ങളിലും മുൻജന്മങ്ങളിലൊക്കെ വിശ്വാസമുള്ള ആള് അതൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ പലരും. മുൻജന്മത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്, അതിന്റെ കണ്ടിന്യൂസ് ആണ് നമുക്ക് ഈ കിട്ടിയ ജന്മം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ എൻ്റെ ചില അനുഭവങ്ങള്, ഞാൻ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു ദിവസം ഞാൻ വെറുതെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് കണ്ണ്, നമ്മൾ ആ ഉറക്കത്തിലേക്ക് ഇങ്ങനെ
പോകുന്ന ഒരു സമയത്ത് എൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ആരോ ഇക്കിളിപ്പെടുത്തുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എൻ്റെ റൂംമേറ്റ്സ് ഒന്നും അവിടെ ഒന്നുമില്ല. റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ബെഡിൽ ഞാൻ അപ്പുറത്തെ ബെഡുകളിലൊന്നും ആരുമില്ല, ഞാൻ മാത്രം. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ ഈ റൂമിൽ ആരും ഇല്ലല്ലോ, പിന്നെ ആരാണ് എൻ്റെ കാലിൽ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ ഉറക്കത്തിലേക്ക് പോയത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതാവുമെന്ന് കരുതി ഞാൻ ആദ്യം വീണ്ടും അവിടെ തന്നെ കിടന്നു. ഇങ്ങനെ പിന്നെയും എനിക്ക് അതേ ഫീലിംഗ് തന്നെ. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ആ റൂം അപ്പോൾ പിന്നെ ഞാൻ അവിടെ എഴുന്നേറ്റ് റൂമിൻ്റെ പുറത്തേക്ക് വന്ന് ആ കോറിഡോറിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കാണാനില്ല. പക്ഷെ വീണ്ടും ഞാൻ അവിടെ പോയി കിടന്നു. പിന്നെ കണ്ണടച്ച് വെറുതെ ഇങ്ങനെ ഉറക്കം വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെയും എനിക്ക് ഈ കാലിൽ ആരോ ഇക്കിളിപ്പെടുത്തുന്ന പോലെ. പക്ഷെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടേ. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു പേടി തോന്നി. കാരണം ആരും റൂമിലില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്നെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാവുന്ന. എനിക്കത് അത്ര ഇതായില്ല. അപ്പോൾ പിന്നെ അതന്ന് ഞാൻ അങ്ങനെ വിട്ടു. പിന്നീട് ഒരു ദിവസം ഞാൻ കിടക്കുന്ന സമയത്ത്, രാത്രിയാണോ പകലാണോ എന്നോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്ന സമയത്ത് ഒന്ന് കണ്ണ് മയങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് എൻ്റെ ശരീരത്തിലൂടെ ഒരു കൈ ഇങ്ങനെ വരുന്നത്, കാലിൻ്റെ അടി മുതൽ ഇങ്ങനെ ഒരു എന്താ നമ്മളിങ്ങനെ ഒരാളെ ഉഴിഞ്ഞു കൊടുക്കൂലേ, ഇങ്ങനെ തഴുകുന്ന പോലെ ഒരു ഫീലിംഗ് തോന്നി. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. പക്ഷെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു ഒരാൾ നമ്മളെ ശരീരത്തിലേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടവുന്ന പോലെ. അപ്പോൾ എന്തോ നമുക്കത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാളെയും കാണുന്നില്ല. പക്ഷെ എനിക്ക് എന്തോ എൻ്റെ മനസ്സിലൊരു പേടി തോന്നി. പക്ഷെ അത് ഞാൻ മറ്റുള്ള ആളുകളോട്, എൻ്റെ റൂംമേറ്റിനോട് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെയുള്ള പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുവരെ പറയാതിരുന്നത്. അങ്ങനെ പല അനുഭവങ്ങളും ഒരാൾ റൂമിൽ നിൽക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയുള്ള ഒരാളെ മറ്റൊരു റൂമിൽ കാണുന്നു, അവരായിട്ട് സംസാരിക്കുന്നത് പോലെയൊക്കെ, അങ്ങനെയുള്ള പല കഥകളും. പല കിച്ചണിനൊക്കെ എന്താ പറയുക, പാത്രങ്ങളൊക്കെ താനെ മൂവ് ചെയ്യുന്നു, അങ്ങനെയുള്ള പല കഥകളും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ കഥകൾ പലരും പറയുന്നുണ്ട്. അതിലൊക്കെ എന്താ സത്യം എന്ന് അറിയില്ല. അപ്പോൾ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നീട് ഒരു ദിവസം ഇതേപോലെ ഞാൻ ബെഡിൽ കിടക്കുകയാണേ. പക്ഷെ അവിടെയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് ആളുകളുടെ വിഷമവും കരച്ചിലും വേദനകളും എല്ലാം നിറഞ്ഞ് ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരു പ്ലേസ് ആണ്. പോസിറ്റീവ് വൈബുള്ള ഒരു പ്ലേസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് എനർജികളും നെഗറ്റീവ് എനർജി ഉള്ളിടത്തിൽ ഒരു സന്തോഷമല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ എന്നും കരച്ചിലും സങ്കടങ്ങളും തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ പിന്നീട് ഒരു ദിവസം എനിക്കുണ്ടായ അനുഭവം, ഞാൻ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഒരാൾ വന്നിരിക്കുന്ന സമയത്ത്, നമ്മൾ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ നമ്മളെ അടുത്ത് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രഷർ വരും അല്ലെ. ഈ സോഫയിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാൾ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ സ്പേസ് ഒന്ന് ജസ്റ്റ് താവും. അത് നമുക്കത് അറിയാലോ അടുത്ത് വന്നിരിക്കുമ്പോൾ. അതുപോലെ ഞാൻ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാല് നീളത്തിൽ വെച്ച് കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നപ്പോൾ, ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ പ്രഷർ വരികയാണ് എൻ്റെ ബെഡിലേക്ക്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക് കാലിങ്ങനെ നീട്ടി വെച്ച് കിടക്കുകയാണല്ലോ, ഞാൻ ഓട്ടോമാറ്റിക് ഒരാൾ നമ്മളെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ കാല് മാറ്റി കൊടുക്കൂലേ, അതേപോലെ ഓട്ടോമാറ്റിക് എൻ്റെ ഞാനിങ്ങനെ കാല് മൂവ് ചെയ്തിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ വന്നിരുന്ന് ആ ബെഡ് ഇങ്ങനെ പ്രഷർ ആവുന്നുണ്ട്, ഞാൻ എൻ്റെ കാല് ഓട്ടോമാറ്റിക് മൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരെയും കാണാനില്ല, ഒരാളെയും കാണാനില്ല. പക്ഷെ ആ ഒരു ഫീൽ എനിക്ക് വരികയാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ഞാൻ കാല് മൂവ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ ഇങ്ങനെ ഈ ബെഡ് ഇങ്ങനെ പ്രഷറായിട്ട് ഒരാൾ ഇരിക്കുന്നത്. പക്ഷെ ആരെയും കാണാനില്ല. ശരിക്കും അന്ന് എനിക്ക് നല്ല പേടി തോന്നി. പിന്നെ കുറെ കഥകൾ കേട്ട അനുഭവമുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഉറങ്ങുകയല്ല കേട്ടോ, ഞാൻ നല്ല ബോധത്തിൽ കിടക്കുന്ന സമയമാണ്. അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര, ഞാൻ പെട്ടെന്ന് കാല് മൂവ് ചെയ്തു.
അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര പേടി വന്നു തുടങ്ങി. അപ്പൊ ഒരു ദിവസം അതങ്ങനെ, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് അനുഭവിക്കല്ല, നമുക്ക് അവിടുന്ന് ഓടിപ്പോവാനൊന്നും ഉള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷെ നമ്മൾ ഫീൽ ചെയ്യുന്നു, മറ്റൊരാളോട് പറയുന്നു, റൂംമേറ്റ്സിനൊക്കെ അവിടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിന് പ്രതിവിധികളൊന്നും അറിയില്ല, എന്താണ് സംഭവം എന്നുള്ളത് അറിയുന്നില്ല. അതേപോലെ എൻ്റെ അടുത്ത് എൻ്റെ തൊട്ട ബെഡിൽ വേറെ ഒരു ലേഡി ഉണ്ട്. അവരെൻ്റെ അടുത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, സെനീറ, ഇന്നലെ രാത്രി എനിക്ക് കുറച്ചൊരു പേടിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി, അനുഭവം ഉണ്ടായി. പക്ഷെ നിങ്ങളെ ആ ഒരു സമയത്ത് നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് ആള് രാത്രി പെട്ടെന്ന് ഉറക്കം ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ ബെഡ്, എൻ്റെ ഇങ്ങനെ ബോളിന്റെ സൈഡിലാണ് എൻ്റെ ബെഡ്. ഇതില് സിംഗിൾ ബെഡ് വോളിന്റെ സൈഡിൽ, ഇപ്പുറത്ത് വേറൊരു ബെഡ്. എന്നുവെച്ചാൽ മേലെ അപ്പം നമ്മൾ ഈ ബെഡ് സ്പേസിലൊക്കെ ഉണ്ടാവുന്ന ഈ ബാച്ചിലേഴ്സ് ഒക്കെ താമസിക്കുന്നിടത്ത് ഹോസ്റ്റലുകളിലൊക്കെ ഉണ്ടാവുന്ന അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ബെഡാണ്. ആ സമയത്ത് ഈ സ്ത്രീ, അത് വേറെ നാഷണാലിറ്റി ആണ് കേട്ടോ, മലയാളി ഒന്നുമല്ല. ആള് രാത്രി പാതിരാത്രി പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയ സമയത്ത്, എൻ്റെ ബെഡിലേക്ക് ആള് നോക്കിയ സമയത്ത് ഈ വോളിൽ, ഞാനിങ്ങനെ കിടന്ന്, ഞാൻ നല്ല ഉറക്കിലാണ്, ഞാൻ ഉറങ്ങാണ്. അപ്പോൾ ഈ വോളിന്റെ സൈഡിൽ ഒരു ഷാഡോ, ഒരു നേല് കാണാണ്. അത് എങ്ങനെയാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു ചെറിയ കുട്ടി അവിടെ അടുത്തിരിക്കുന്നത് പോലെ. ആ ഒരു ഷാഡോ, ഒരു ചെറിയ കുട്ടിയുടെ ഒരു ഷാഡോ ഈ വോളിൽ ഇങ്ങനെ കാണുകയാണെന്ന്, ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് പോലെ. അപ്പൊ ആള് കണ്ണ് തുറന്ന് നോക്കിയപ്പോ, ഇത് കണ്ടപ്പോ ആൾക്ക് പേടിയായി. ആൾക്ക് സൗണ്ട് ഒന്നും പുറത്തു വരുന്നില്ല, ഭയമായി. പക്ഷെ ഇത് കാണാനും ആൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ആള് വേഗം ബെഡ്ഷീറ്റ് തലയിൽ കൂടെ ഇട്ടിട്ട് അവിടെ തന്നെ കിടന്നു എന്നാ പറയുന്നത്. ആരെയും വിളിച്ചില്ല, ആള് പേടിച്ചിട്ട് അവിടെ തന്നെ. പിന്നെ കുറേ സമയം കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ പിന്നീടൊന്നും കാണാനില്ല. പിറ്റേ ദിവസം തന്നെ ആൾ എൻ്റെ അടുത്തും പറഞ്ഞു, ആ റൂമിലുള്ള എല്ലാ ആളുകളോടും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുടെ ഒരു ഷാഡോ പോലെ ഞാനിങ്ങനെ കണ്ടു സെനീറയുടെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന, അവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന പോലെ. പക്ഷെ ആളെ കാണാനില്ല, ഒരു ഷാഡോ മാത്രം, ഒരു കുട്ടിന്റെ ഷാഡോ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഓളി കാണുന്നു. പക്ഷെ അവിടെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഉള്ള പല കഥകളും ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്, വാർഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ വാർഡൻസ് രാത്രി വരെ CCTV ക്യാമറയിൽ കാണാണ് പോലും ഒരു കുട്ടിയുടെ ഷാഡോ കോറിഡോറിലൂടെ നടക്കുന്നത് പോലെ. അവർക്ക് ഇങ്ങനെ ഇതില് CCTV ഇതില് കാണുന്ന സമയത്ത് ഈ വാർഡൻസ്, അവിടെ ആകെ 2 കുട്ടികളുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സായ ഒരു കുട്ടി, പിന്നെ നല്ല ചെറിയ ഒരു 2 വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾ. അപ്പൊ ഇവര് എന്താണ് ഈ ഷാഡോ കുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റീസ് ഈ കുട്ടികൾ ഉള്ള റൂമിൽ പോയി നോക്കുമ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും അവരുടെ അമ്മമാരുടെ അടുത്ത് കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഇവര് അപ്സ്റ്റെയർ ആണ്, ഞങ്ങളെ റൂം അപ്സ്റ്റെയർ ആണ്. അപ്സ്റ്റെയറിൽ വന്നിട്ട് കോറിഡോറിലാണ് ഈ സംഭവം കാണുന്നത്. അവർ വന്നു നോക്കാൻ കാരണം ഇവർ ഈ കുട്ടികളുടെ റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പൊ കുട്ടികൾ ഉറക്കിലങ്ങാൻ, അമ്മമാർ ഉറങ്ങാണല്ലോ, ചിലപ്പോൾ കുട്ടികൾ എന്നിട്ട് നേരേക്കങ്ങാൻ പോയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റീസ് വന്ന് നോക്കുന്നത്. നോക്കുമ്പോൾ അവിടെ കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ഈ കുട്ടികളുടെ റൂമിൽ പോയി നോക്കുമ്പോൾ അവരുടെ അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഒരു കുട്ടിയുടെ ഒന്നും അവർ കാണില്ല. അപ്പൊ പിറ്റേന്ന് ഈ വാർഡൻസ് അവിടെയുള്ള ആളുകളോട് ഇങ്ങനെ കാര്യം പറയാണ്, ഇങ്ങനെ ഒരു അനുഭവം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ ഒക്കെ വന്ന് ചെക്ക് ചെയ്ത് ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അപ്പേ ഞാൻ വിശ്വസിക്കാൻ, ചിലപ്പോൾ കഥകൾ ഇങ്ങനെ പറയുന്നത്, പക്ഷെ ഈ ഫീലിങ്സ് ഒക്കെ എനിക്കുണ്ട്. എന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അടുത്തൊരാൾ വന്നിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നാലും നമ്മുടെ മനസ്സിങ്ങനെ അത് സമ്മതിച്ച് കൊടുക്കുക, അതങ്ങനെ തോന്നുന്നതാവും അങ്ങനെ ഫീൽ ചെയ്യുന്നതാവും എന്നുള്ള ഒരു, എപ്പോഴും അത് നമ്മളിങ്ങനെ അല്ല, അത് തോന്നല് എന്നുള്ള രീതിയിൽ മനസ്സിനെ ഇങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് പിന്നീട്, നമ്മളെ റൂം അപ്സ്റ്റെയർ ആണല്ലോ, അപ്പൊ പിന്നീട് താഴേക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അതില് എനിക്കാണെങ്കിൽ ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ, അത് കുറച്ചുകൂടെ VIP ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന റൂമാണ്. പക്ഷെ കുറച്ചുകൂടെ എന്തോ എനിക്ക് ആ റൂമിലേക്ക് പോയപ്പോ എനിക്ക് എന്തോ ഒരു
എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു എന്താ നമുക്ക് അവിടെ ഒരു എന്തോ ഒരു തീരെ ഓൾറെഡി നമുക്ക് മനസ്സമാധാനം ഇല്ല, ടെൻഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ റൂമിലേക്ക് പോയപ്പോൾ എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ ഫീൽ ചെയ്യുന്നു. ഒട്ടും എനിക്ക് ആ റൂമിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആ ബാത്റൂം അവിടെയുള്ള ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ, പിന്നെ ഒട്ടും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ. പക്ഷെ അവിടെ നിൽക്കാണ്ടും രക്ഷയില്ലല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ ഒരു വാർഡന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ റൂം എനിക്കൊട്ടും പറ്റുന്നില്ല, എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഈ ഖത്തറീസ് ആണ് കൂടുതൽ റൂമിൽ, അവരെല്ലാരെയും ആക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു സ്പേസ് വന്നപ്പോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിക്കോ, അവര് പെർമിഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ മാറ്റിയത്. അപ്പൊ എല്ലാരും ഒന്നും അങ്ങനെ മാറ്റാൻ പറ്റൂല, അങ്ങനെ ഒരു വിഷയമുണ്ട്, ഇവർക്ക് എല്ലാരും ഒന്നും അങ്ങനെ ആക്സെപ്റ്റ് ആവൂല, അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോ ഒരു അടുത്ത ഖത്തറി വരുമ്പോ അല്ലെ വേറെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി, അടുത്ത ഖത്തറി വരുമ്പോൾ അന്നേരം അതുവരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാണ്ട് രക്ഷയില്ല. അങ്ങനെ ആ റൂമിൽ നിന്നു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഒരു ദിവസം ഇത് എനിക്ക് മറ്റേതൊക്കെ ഞാൻ ഇങ്ങനെ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ മയങ്ങിപ്പോയിട്ടുണ്ടാവാം, അതുകൊണ്ട് എനിക്ക് തോന്നിയതാവാം ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് തോന്നിയതാവാം. അപ്പൊ ആ സമയത്ത് ആ റൂമിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത് എനിക്കൊരിക്കലും എൻ്റെ മനസ്സിനെ തോന്നിയതാവാന്ന് വിശ്വസിപ്പിക്കാനേ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം അവിടെ നമുക്ക് ഭക്ഷണം ഡൈനിങ് ഹാളിൽ ടി വി ഉണ്ട്. ആ സമയത്ത് രാത്രി ഉറക്കം വരാറേ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് നമ്മളെ മൈൻഡിനെ റിലാക്സ് ചെയ്യണം, നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവണം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് അവിടെ വാർഡൻസ് പറയുന്നു, ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ ശരിയാവില്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾക്ക് ആരും ഇല്ലാണ്ടാവും, അതുകൊണ്ട് റിലാക്സ് ആണ്, എന്തിലെങ്കിലും ആക്റ്റീവ് ആണ്, കുറച്ച് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്സ് ഒക്കെ കൊണ്ടുത്തരുമായിരുന്നു. പിന്നെ കുറച്ച് ടി വി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും പോയിട്ട് ടി വി കാണാന്ന് പറഞ്ഞാൽ ന്യൂസൊക്കെ കാണുന്ന സമയത്ത്, പക്ഷെ നമുക്ക് ആ മൈൻഡിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു അതൊക്കെ. പക്ഷെ ഞാൻ എന്നെ തന്നെ സ്വയം ഇങ്ങനെ റിയലൈസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇവരെ കൂടെ പോയി ന്യൂസ് കാണുകയാണ് വൈകുന്നേരം. അപ്പൊ രാത്രി ഒട്ടും ഉറക്കില്ല, രാവിലെ അങ്ങനെ കിടന്നുറങ്ങും അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മണി 2 മണി 3 മണി ആ ഒരു സമയത്ത്. അപ്പൊ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വേറെ നാഷണാലിറ്റി ഉണ്ട്, അവരും ഞാനായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദത്തിൽ. അപ്പൊ അവരും ഉണ്ട്, വേറെ കുറേ പേരുണ്ട്. ഒരു 2 മണി, ഒരു 3 മണി 2 മണിൻ്റെ ഇടയിൽ. അപ്പൊ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് ഉള്ള ഫീലിംഗ് വരികയാണ്. അപ്പൊ എനിക്ക് റൂമിലേക്ക് പോകണം, വലിയ കോറിഡോറാണ്. അപ്പോൾ ഈ കഥകളെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പേടിയുണ്ട്. പക്ഷെ ടോയ്ലറ്റിൽ പോകണമല്ലോ, മറ്റു ആളുകൾ ന്യൂസ് കാണുമല്ലോ, അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, കോറിഡോറിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ ആ കോറിഡോറിൽ 2 പേര് നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു ബ്രസീലിയൻ ലേഡി, ഒരു ശ്രീലങ്കൻ ലേഡി. പക്ഷെ അവർ രണ്ടുപേരും നല്ല തടിയുള്ള ആൾക്കാരാണ്, അത്യാവശ്യം പിന്നെ തടിയുള്ള. അവരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കോറിഡോറിൽ. ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി ബാത്റൂമിലേക്ക് കയറി. അവിടുത്തെ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ മേലെ ടോപ്പ് സൈഡും ഗ്യാപ്പ് ഉണ്ടാവും, വലിയ ഗ്യാപ്പായിരിക്കും, വലിയ ഓപ്പണിംഗ് ആയിരിക്കും. താഴത്തെ ഭാഗത്തും വലിയ ഗ്യാപ്പായിരിക്കും. ഈ സെൻറ്ററിൽ മാത്രമാണ് ക്ലോസിങ് ഉണ്ടാവുക. താഴത്ത് ഉള്ളിലേക്ക് നമ്മൾ കാണൂല, എന്നാലും വലിയൊരു ഗ്യാപ്പ്, മേലെയും ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ബാത്റൂമിലേക്ക്, പക്ഷെ ആ റൂമിൽ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, സാധാ ക്ലോസറ്റ് ആണ്. അങ്ങനെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ, നമ്മളെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇതാവുമ്പോൾ നമ്മളൊരു ഷാഡോ ഇങ്ങനെ, ആ ചുവര് ശരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ കോറിഡോർ ഉണ്ട്. ആ കോറിഡോറിന്റെ നേരെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത്, ബാത്റൂമിന്റെ ഡോർ വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ വോള് നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ആ വോളിൽ ഇങ്ങനെ ഒരു ഷാഡോ നിൽക്കുകയാണ്. അപ്പൊ അധികം തടിയില്ല, ഒരു മെലിഞ്ഞിട്ടുള്ള, അധികം തടിയില്ലാത്തൊരു നേലിങ്ങനെ ആ ചുമരിലേക്ക് ഞാനിങ്ങനെ കാണാണ്. ആ ഷാഡോ ഇങ്ങനെ ആ ചുവരിൽ ഇങ്ങനെ ഞങ്ങളെ റൂമിലേക്ക്, നേരെ ബാത്റൂമിന്റെ നേരേക്ക് കയറി വന്നിട്ട് നമ്മളെ റൂമിൽ, എൻ്റെ ബെഡ് ഉണ്ടല്ലോ, ആ ബെഡിലേക്ക് ഇങ്ങനെ പോകുന്നത് പോലെ ശരിക്കും ഞാനിങ്ങനെ കാണുകയാണ്. ഇതെൻ്റെ ഉറക്കല്ല, ഞാൻ നല്ല ബോധത്തോടെ ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതൊരിക്കലും എനിക്ക് തോന്നുന്നതാണെന്ന് പറയാനില്ല, ഇത് ഞാനിങ്ങനെ കാണുകയാണ്. ഈ ഷാഡോ, ഈ ചുമരിൽ ഈ ഷാഡോ ഇങ്ങനെ കാണുന്നു. ആ ഷാഡോ ഇങ്ങനെ
റൂമിലേക്ക് വന്നിട്ട് എൻ്റെ ബെഡിന്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നത് പോലെ. അപ്പോഴേ ഞാൻ പിന്നെ എൻ്റെ കൂടെ ഉള്ള ആരെങ്കിലും TV കാണുമ്പോൾ റൂമിലേക്ക് വന്നതാ. അപ്പൊ ഞാൻ അതിങ്ങനെ ആ ഷാഡോ ആരെങ്കിലും റൂമിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതെന്നെ ഇങ്ങനെ എൻ്റെ കണ്ണ് ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് തന്നെയാണ്. കാരണം ഷാഡോ ഇങ്ങോട്ട് വന്നതുപോലെ റൂമിൽ നിന്ന് പോകുമ്പോൾ ആ ഷാഡോ അങ്ങോട്ട് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്ത് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നവരെയും ആ ഷാഡോ ഇങ്ങനെ പാസ് ചെയ്ത് പോയതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കില്ല. ഒരാൾ റൂമിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് ഒരു കാലച്ചയോ എന്തെങ്കിലും കേൾക്കണമല്ലോ. അങ്ങനെ ഒരു സൗണ്ടും ഞാൻ കേൾക്കുന്നുമില്ല. അങ്ങനെ റൂമിൽ മൊത്തം ഞാൻ സെർച്ച് ചെയ്തിട്ട് ആരും വന്നതായിട്ടുള്ള ഒരിതില്ല. അപ്പൊ ഞാൻ കോറിഡോറിലേക്ക് പോയിട്ട് അവിടെ രണ്ടുപേര് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഈ കോറിഡോറിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാണ് ആരും പോയിട്ടില്ലല്ലോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്ങോട്ടും പോയിട്ടില്ല, ഷുവർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡൈനിങ് ഏരിയയിൽ പോയിട്ട് TV കാണുന്ന ആൾക്കാരെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു? അവർ പറഞ്ഞില്ല, ആരും വന്നിട്ടില്ല, ഞങ്ങളിവിടെ TV ആണെങ്കിൽ ആരും വന്നിട്ടില്ല. അവര് ഉറപ്പിച്ചു പറയാണ് നമ്മൾ ആരും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, പിന്നെ ഈ ഷാഡോ എവിടുന്ന് വന്നു, ആരാണ് ആ റൂമിലേക്ക് വന്നത്? അതും അത്രയും മെലിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ ഷാഡോ ആണ്. അപ്പൊ എനിക്കത് അതുവരെ ഞാൻ വിശ്വസിച്ചതുപോലെ ഇത് വെറും ഒരു തോന്നലാണ്, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങിപ്പോയ അല്ലെ മയങ്ങിപ്പോയത് കൊണ്ടുള്ള ഒരു അനുഭവമാണ് എന്ന് എനിക്ക് ഇത് വിശ്വസിച്ച് ഞാൻ ഉണർന്നിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ എനിക്ക് കുറെയൊക്കെ ഓക്കെ, എന്തോ ഒരു എനർജി ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലായി. അപ്പോ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ആരോ ചിലപ്പോ ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്ത സ്പേസ് ആണ്. അവിടെ ഒരു അമ്മയും കുട്ടിയും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ലേഡിയും അവരുടെ കുഞ്ഞും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലേഡീസ് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് തന്നെ ജെൻസിന്റെ ബിൽഡിംഗ് ഉണ്ട്. അവിടെയും ഒത്തിരി ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആത്മഹത്യകൾ നടന്ന സ്ഥലമാണ്. തീർച്ചയായും അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് ഷുവറാണ്. അപ്പൊ ഇവരെന്നെ പറഞ്ഞു, ആരോ നിന്നെന്തായാലും ആരോ ഫോളോ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയാം. പക്ഷെ പിന്നീട് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി എന്തോ സംതിങ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനുശേഷം എനിക്ക് ഒറ്റക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണോ, പ്രയർ റൂമിലേക്ക് പോകാനൊക്കെ എനിക്ക് ഭയമായി തുടങ്ങി. ആരെങ്കിലും കൂടെ ഞാൻ കൂട്ടിയിട്ടേ പോവുള്ളൂ. സ്റ്റെയറൊക്കെ താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര പേടിയായി. കൂടെ ഒരാളില്ലാതെ ഞാൻ പോവില്ല. അങ്ങനെ ഒരുപാട് കഥകൾ അവിടെ. ഇതേപോലെ വേറൊരു നാഷണാലിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, അവര് നിസ്കരിക്കാൻ വേണ്ടി തഹജൂദ് കുറച്ചു തഹജൂദ് നിസ്കരിക്കുന്ന ടൈമില് നമ്മളെല്ലാവരും തഹജൂദ് നിസ്കരിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ പോയിട്ട് വരും. അപ്പോൾ അവരും അവരുടെ അടുത്ത് ബെഡിലുള്ള ആളും കൂടിയാണ് എപ്പോഴും സ്ഥിരമായിട്ട് പോണേ. അപ്പോൾ ആ കൂടെ എന്നും പോകുന്ന ആൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു ടൈമായിരുന്നു. അപ്പോൾ ആള് നല്ല കിടന്ന ഉറക്കിലാണ്. ഇവര് പാതിരാത്രി തഹജൂദ് 2-2:30 സമയമായപ്പോൾ ഇവര് തഹജൂദ് നമസ്കരിക്കാൻ വേണ്ടി ഇവര് പോയി പ്രയർ ഡ്രസ്സൊക്കെ ഇട്ട് കൈ കെട്ടി സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഇവരുടെ അടുത്ത് വന്ന് നിന്ന് ഇവരെ റൂംമേറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഇവര് പ്രേ ചെയ്യുന്ന സമയത്ത് അവരുടെ റൂംമേറ്റിന് ആ സമയത്ത് അവർക്ക് നിസ്കരിക്കാൻ പാടില്ല. പക്ഷെ അവര് വന്ന് അടുത്ത് പ്രയർ ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷെ അവർക്ക് ആ സമയത്ത് തന്നെ എന്തോ കാരണം ഒരുപാട് കഥകൾ കേൾക്കുകയാണല്ലോ, അപ്പോൾ എന്തോ ഒരു പേടി പോലെ തോന്നിയിട്ട് അവര് നിസ്കാരം കണ്ടിന്യൂ ചെയ്തു. കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ കൂടെ നിൽക്കുന്ന ആള് പോയതുപോലെ ഒരു ഫീൽ ചെയ്തു. അപ്പൊ പ്രയർ കഴിഞ്ഞ് അവര് റൂമിൽ പോയി നോക്കുമ്പോൾ അവരുടെ റൂംമേറ്റ് അവിടെ കിടന്ന് നല്ല ഉറക്കിലാണ്. അപ്പോൾ അവര് പിറ്റേ ദിവസം പറയാണ്, അത് ആളല്ല വന്നത്, വേറെ ആരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയ്ക്ക് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള എനർജികളിൽ നമ്മൾ ആ സമയത്ത് മന്ത്രങ്ങളായാലും ഖുർആനായാലും ആ സമയത്ത് പ്രയറിൽ തന്നെ അഭയം പ്രാപിക്കുക എന്നുള്ളത്. അപ്പൊ ആ എനർജിക്ക് അങ്ങനെ വിട്ടുപോകുന്ന പറയുന്നത്. അപ്പൊ അവർക്ക് അതിൽ ആ ഒരു വിശ്വാസം കൊണ്ട് അവര് പ്രയർ കണ്ടിന്യൂ ചെയ്തു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ റൂംമേറ്റ് കിടന്ന് ഉറങ്ങുകയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറേ കഥകള്. അപ്പൊ എനിക്കതിട്ടും മറ്റേത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരാളെ പോലെ തന്നെ വേറൊരാള് നമ്മളെ അടുത്ത് പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് നമ്മളെ അടുത്ത് സംസാരിക്കുക, അതൊക്കെ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അങ്ങനെ പറ്റുമോ എന്നുള്ള ചിന്ത വരികയാണ്. കാരണം പ്രാക്ടിക്കലി നമുക്ക് അതങ്ങനെ സംഭവിക്കുന്നുള്ളത്. പക്ഷെ എന്തോ
എന്തൊക്കെയോ എനർജികൾ നമ്മുടെ കണ്ണിന് മനസ്സിനൊന്നും അറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷെ നമുക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പല പല കാര്യങ്ങളും നമുക്ക് ജ്ഞാനം കുറവാണ്. അപ്പോ അതിനെ പറ്റിയൊന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ നമ്മളാളല്ലാന്നുള്ളത്. ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഇവിടെ പറയണേ. അതേപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ജനിക്കാൻ പോകുന്ന കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ്. ആ കുട്ടിക്ക് ഒരു 2 വയസ്സ് 2.5 വയസ്സാകുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ഗർഭാവസ്ഥയിൽ കാണുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് 2 വയസ്സാകുമ്പോൾ അതേ മോഡല്, അതേ ആള്, അതേ ഡ്രസ്സ്, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ 2.5 വർഷം മുന്നേ ഈ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഈ സ്വപ്നത്തിൽ ലൈഫിൽ സംഭവിക്കുകയാണല്ലോ. നമ്മൾ എന്താണോ കാണുന്നത് അത് ഇങ്ങനെ. ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്വപ്നത്തിൽ കാണാണ് നമ്മളെ വീട്ടിൻ്റെ ഇതില് ഞാൻ പുറത്ത് അലക്കുകയാണ്. ആ സമയത്ത് എന്നെ നോക്കിയിട്ട് 2-2.5 വയസ്സുള്ള ഒരു കുട്ടി, ഒരു ആൺകുട്ടി ഇങ്ങനെ നിന്ന് എന്നെ നോക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയില്ല നമുക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം എന്താ ബേബി. പിന്നെ ആ സമയത്ത് അതാരാ വിളിക്കുന്ന, ഫോൺ എടുക്കണ്ട, എന്നിട്ട് ഫോൺ എടുക്കണ്ട, ഇക്കാക്കാനെ പോയി വിളിച്ചോണ്ട. അപ്പൊ നമുക്ക് നാട്ടില് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാനുള്ള സംവിധാനം ഇല്ലല്ലോ. ഇവിടെയൊക്കെ 5 മാസം ആകുമ്പോഴേക്കാണാണോ പെണ്ണാണോ എന്ന് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത് പറയും. അവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കറിയില്ല ആൺകുട്ടിയാണോ ജനിക്കുക എന്താണെന്ന് അറിയില്ല. അപ്പൊ പറയാ നമ്മൾ ആൺകുട്ടീനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ സ്വപ്നത്തിൽ വന്നതായിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണെങ്കിലും ആ ഒരു സീന് പിന്നെ ലൈഫിൽ ക്രിയേറ്റഡ്. എൻ്റെ മൂത്ത മോന് 2-2.5 വയസ്സാകുമ്പോൾ ആ സെയിം പൊസിഷനിൽ ആള് നിന്ന് എന്നെ നോക്കുന്നതും അതേ ഡ്രസ്സ്. അപ്പൊ അപ്പയാണ് എനിക്ക് ഞാൻ കണ്ട സ്വപ്നം നടന്നല്ലോ, ഈ കുട്ടിയെ തന്നെയാണല്ലോ ഗർഭാവസ്ഥയിൽ ഞാൻ കണ്ടത്, ഇതേ ഡ്രസ്സ്. അപ്പൊ അത്രയും 2-2.5 ഗർഭാവസ്ഥ 2-2.5 വയസ്സ്, അത്രയും മുന്നേ ഈ ഡ്രസ്സ് ഏത് ഫാക്ടറി ആണ് അത്രയും 2-2.5 വർഷം മുന്നേ ഈ ഡ്രസ്സ്, ആ ഡ്രസ്സ് തന്നെ നമ്മളെ ലൈഫിലേക്ക് നമുക്ക് പിന്നീട് സ്വപ്നം കണ്ടു എന്നല്ലാതെ പിന്നെ നമ്മളത് ഓർത്ത് വെക്കുന്നില്ല. അപ്പൊ എനിക്ക് അതൊക്കെ വലിയ അത്ഭുതം. അങ്ങനെ പല പല അനുഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്, ചെറുതും വലുതായിട്ടുള്ള. അപ്പൊ അതൊക്കെ എന്താണ്, അതിന്റെ ഒക്കെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഖത്തറിൽ വന്ന സമയത്ത് ഞാൻ ഫാമിലി വിസയിലാണ് വന്നത്. അപ്പൊ ഞാൻ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ വന്നു സെർച്ച് ഗൾഫ് ടൈംസ്, ഖത്തർ ലിവിങ്, അതിലൊക്കെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 2-3 ഇന്റർവ്യൂ കോൾ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് ഫാമിലി വിസയിലായതുകൊണ്ട് തന്നെ ജോബ് വിസയുള്ള കമ്പനികളിൽ ജോബ് കിട്ടണം. അതേപോലെ ഞാൻ പ്രതീക്ഷിക്കുന്ന ആ സാലറി തന്നെ എനിക്ക് ജോബ് കിട്ടണം. അപ്പൊ ആ 2-3 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന സാലറി എല്ലാം വിസയില്ലവർക്ക്. അപ്പൊ എനിക്ക് ഈ ടൈം പീരീഡിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഈ വിസിറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകേണ്ടി വരും. അപ്പൊ എനിക്ക് വിസ ഉള്ള കമ്പനി ആയിരിക്കണം. അപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, സി വി അയക്കുന്നുണ്ട്, ഖത്തറിൽ ഡെയിലി കാണുന്നതിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഗൾഫ് ടൈംസ് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വന്നൊരു 1 മന്തിന്റെ ഉള്ളിൽ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാനൊരു ദിവസം സ്വപ്നം കാണാണ്, ഒരു ഓഫീസ്, അവിടെ ഒരാൾ ഇരിക്കുന്നു, ഒരു ശരിക്കും ഓഫീസ് സ്പേസ്, അവിടെ കുറെ ആളുകൾ, അതിൽ ഒരാളെ ഞാൻ വ്യക്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷൻ കാണാണ്. അപ്പൊ നമ്മളതൊരു സ്വപ്നമല്ലേ എന്ന് വെച്ചാൽ അത് വിട്ടു. അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഒത്തിരി ആളുകൾ ആ സമയത്ത് അവിടെ ഇന്റർവ്യൂ. എനിക്ക് തോന്നുന്നു ആ ഓഫീസിന്റെ ഇത് മുതൽ താഴത്ത് വരെ ലൈനുണ്ട്, 2 ലൈനായിട്ട്. ഒരു ലൈന് ഫുള്ള് ജെൻസ്, ഒരു ലൈന് ഫുള്ള് ലേഡീസ്. ഇഷ്ടം പോലെ അവിടെ കുറെ വേക്കൻസി ഉണ്ട്, ഇഷ്ടം പോലെ ആളുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അറബി വീട്ടിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ ആൾക്ക് എന്നെ വിട്ടിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ അത്രയും ലൈനുണ്ട്. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മതി നമുക്ക് പോവാം, ഇത്രയും സമയം, ഇത്രയും ആൾക്കാരില്ലേ, എന്തായാലും ഈ ജോബ് കിട്ടാനൊന്നും സാധ്യതയില്ല ഇത്രയും ആൾക്കാരുള്ളതിൽ. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ട്സ് എല്ലാത്തിലും വേക്കൻസി ഉണ്ട്, എന്തായാലും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഞാൻ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ, എനിക്ക് ഖത്തറിൽ വേറെ എക്സ്പീരിയൻസ് ഇല്ല, വിസയില്ല. അപ്പൊ ഇത്രയും ആളുകൾ ലൈനിൽ നിൽക്കുമ്പോൾ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത, നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, ആൾക്ക് ഡ്യൂട്ടി ഉണ്ട്, പോവാ. ഞാൻ നോക്കി നമ്മൾ വന്നല്ലേ,
ഇവിടെ വരെ എത്തിയല്ലേ, നമ്മൾ അങ്ങനെ തിരിച്ചു പോകുന്നത് ശരിയല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ പോട്ടെ, പ്രോബ്ലം എന്ന് വെച്ചിട്ട് ഞാൻ പറയാം നിങ്ങൾ പോയിക്കോ, പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ലൈനിൽ വരിയിൽ നിന്നു. അത്രയും ലൈനുണ്ട്. എനിക്ക് തോന്നുന്നു അത് 3rd ഫ്ലോറിലോ 2nd ഫ്ലോറിലോ അങ്ങനെ ഓഫീസ്. പക്ഷെ അത് ടേറ് മുതൽ ഇങ്ങ് താഴത്ത് വരെ അത്രയും ആളുകൾ കാൻഡിഡേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പോയി നമ്മൾ റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തി ഞാനിങ്ങനെ നമ്മൾ കാലൊക്കെ കടഞ്ഞ് ഇങ്ങനെ നിൽക്കുക, വയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ. അപ്പൊ റിസപ്ഷന്റെ ആ സ്ഥലത്തെത്തിയപ്പോ ആ റിസപ്ഷന്റെ തൊട്ട് ഇടത് സൈഡിൽ ഒരു റൂമുണ്ട്. ഞാൻ വെറുതെ അവിടേക്ക് നോക്കുമ്പോ ഞാൻ കണ്ട സ്വപ്നത്തിലുള്ള ആൾ അവിടെ ഇരിക്കുക. ഞാൻ പെട്ടെന്ന് അയാളെ കണ്ടപ്പോ അയാളല്ലേ ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ളൊരു ഇത്. ആ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സ്പേസും ആ ഒരു ഇങ്ങനെ കുറേ ഇങ്ങനെ സ്പേസ് ഇല്ലേ, വർക്ക് ചെയ്യാനുള്ള സ്പേസ്, ഇങ്ങനെ കുറേ സിസ്റ്റം, ഇതെല്ലാം ഈ സംഭവം തന്നെയാണല്ലോ ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ളൊരു ഞെട്ടല്. അപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആളെന്റെ അടുത്ത് ആദ്യം പോയി ഞാൻ ജനറൽ മാനേജർ ഞാൻ ആ റൂമിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ഞാൻ അടി തൊട്ട് മുടി വരെ ഒന്ന് നോക്കി. എത്ര സാലറി പ്രതീക്ഷിക്കുക, എത്രയാ സാലറി പ്രതീക്ഷിക്കാന്ന് വെച്ചു. ഞാൻ എൻ്റെ സാലറി പറഞ്ഞു. അപ്പോൾ ഇന്ന പോസ്റ്റുകളുണ്ട്, പിന്നെ അക്കൗണ്ട്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെ കുറേ പോസ്റ്റുകൾ, സെക്രട്ടറി ഉണ്ട്, അങ്ങനെ കുറേ. അപ്പോൾ ഞാൻ എൻ്റെ സാലറി പറഞ്ഞു. അപ്പോൾ എന്നോട് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഇതിലും സാലറി ഉണ്ട്, ആ പോസ്റ്റിലേക്ക് ഓക്കെ ആണോ എന്ന് വെച്ചാൽ സാലറി കൂടുതലാണ്. അപ്പൊ ഞാൻ സെക്രട്ടറി പോസ്റ്റ് എനിക്ക് ശരിയാണെന്ന് തോന്നില്ല, അക്കൗണ്ട്സ് അഡ്മിനിസ്ട്രേഷൻ അത് ഏതായാലും നോ പ്രോബ്ലം. പക്ഷേ അത് മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ, എത്ര സാലറി അല്ലെ എന്താണ് ക്വാളിറ്റി, ഒന്നുമില്ല, എത്രയാണ് സാലറി, ഓക്കെ അത് മാത്രം ചോദിച്ചു. ഓക്കെ അറിയിക്കാവാ, ഞാൻ പോന്നു. പക്ഷേ ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ ഉറപ്പിച്ചു, ഇതാണ് എൻ്റെ സ്പേസ്, ഇവിടെ എനിക്ക് എന്തായാലും ജോലി കിട്ടും. കാരണം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട ആൾ അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ തിരിച്ചു വന്നേ. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ജോലി കിട്ടാനൊന്നും സാധ്യതയില്ല, കാരണം അത്രയും ആൾക്കാർ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഫിലിപ്പീൻസ്, അങ്ങനെ പല 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 നാഷണാലിറ്റീസ് ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. സെക്രട്ടറി പോസ്റ്റ് അല്ല, എൻ്റെ ഇഷ്ടം പോലെ ആളുകൾ. ഒരിക്കലും എനിക്ക് കിട്ടാൻ സാധ്യത ഇല്ല, എല്ലാവരും പറയുന്ന പോലെ. പക്ഷെ എനിക്ക് 100% എൻ്റെ മനസ്സിൽ എൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല, എത്രയാണ് സാലറി വേണ്ടത് അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ സാലറി പറഞ്ഞു. അപ്പോ 2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് വെയിറ്റിംഗേ ഇല്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ജോബ് എനിക്കുള്ളത് തന്നെയാണ്, കാരണം ഞാൻ ഓൾറെഡി സ്വപ്നം കണ്ടല്ലോ. അപ്പൊ 3ാമത്തെ ദിവസം എനിക്ക് കോൾ വരികയാണ്, ഇങ്ങനെ ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ സാലറി ഇത്രയാണ്, പക്ഷെ ഇത്ര കൂടെ നമ്മൾ ഏഡ് ചെയ്ത് തരാം, വരൂ ജോയിൻ ചെയ്യൂ നാളെ, ഇത്ര കമ്പനി പ്രൊവൈഡ് ചെയ്യും. പിന്നെ എനിക്കൊന്നും ചിന്തിക്കാനില്ല, ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞാൻ ഖത്തറിൽ ഫ്രഷറാണ്, നാട്ടിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഖത്തറിൽ ഞാൻ ഫ്രഷറാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ല സാലറി, ഏതൊരാൾക്കും ആ ഒരു ഫ്രഷർക്ക് കിട്ടുന്നതിനേക്കാൾ നല്ല സാലറി വിസ തരാന്ന് പ്രൊവൈഡ് പറയുന്നു. ഞാൻ ജോയിൻ ചെയ്തു, എനിക്കൊന്നും ചിന്തിക്കാനില്ല, ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ അതൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുകയാണ്. പക്ഷെ ആ വിസയിൽ തന്നെയാണ് ഞാനിപ്പോഴും. പക്ഷെ അവിടെ നിന്ന് പിന്നീട് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ വിസ എൻ്റെ കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്തു. പിന്നെ എൻ്റെ കമ്പനി ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ ഇപ്പോൾ വേറൊരു കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്തു എന്നല്ലാതെ, സ്പോൺസർഷിപ്പ് മാറി എന്നല്ലാതെ വിസ ഇപ്പോഴും ആ കമ്പനി പ്രൊവൈഡ് ചെയ്ത വിസയാണ്. അതേപോലെ പിന്നീട് ആ കമ്പനിക്ക് ഇഷ്യൂസ് വന്ന സമയത്ത് ഈ ഖത്തറി എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ തൽക്കാലം വേറെ ജോബ് സെർച്ച് ചെയ്യും, ഇവിടുത്തെ ഇഷ്യൂസ് മാറുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ചു വരാം അങ്ങനെ. പക്ഷെ പിന്നീട് അത് ആ കമ്പനി ഇതായില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആകുമ്പോഴേക്ക് 2-3 പേരെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ 3 പേരുടെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രം ആ ഖത്തറി 2-3 വർഷം CR-ഉം കമ്പ്യൂട്ടർ കാർഡെല്ലാം റിന്യൂ ചെയ്തു. അയാൾക്ക് ഫുൾ കമ്പനി കൊണ്ട് ഒരു ബെനിഫിറ്റ്സ് ഇല്ല, അന്നേ ക്ലോസ് ചെയ്യാം, നമ്മളടുത്ത് ചേഞ്ച് ചെയ്യാൻ പറയാം. ആളെ പറഞ്ഞെന്താ, നിങ്ങൾ വേറെ ജോബ് നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണ് ആടെ വിസ ചേഞ്ച് ചെയ്യാനെന്ന് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അതുവരെ ഞാൻ പുതുക്കുന്നു. അങ്ങനെ ആ സമയം വരെ ആള് നമുക്ക് വേണ്ടി മാത്രം ചെയ്യാറ്. അപ്പൊ അത്രയും നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ആ വിസയിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്വപ്നമായിട്ട് കണ്ടിട്ടുണ്ട്, അത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ കണ്ടത്
പെൻഡിങ്ങിലുണ്ട്. ഇൻഷാല്ലാ നടക്കോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പൊ എന്തൊക്കെയോ സംഭവങ്ങൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചിന്തകൾ അങ്ങനെ നമ്മൾ സ്വപ്നമായിട്ട് വരികയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി, ചില സ്വപ്നങ്ങൾ ചില ആളുകൾക്ക് നടക്കുന്നുണ്ട്. ചില എനർജികളെ ചില ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാരും അപ്പൊ ഈ പ്രോഗ്രാമിൽ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ എനർജികളെ നിങ്ങൾ കാണുന്നുണ്ട്, അപ്പൊ എന്തുകൊണ്ട് പിന്നെ ഈ മരിച്ചുപോയ ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടുത്തെ ഇഷ്യൂസുകൾ തീർത്തുകൂടാ, കാണാതെ പോയ സാധനങ്ങൾ കണ്ടെത്തിക്കൂടാ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവർ ചോദിക്കും. പക്ഷെ ഈ എനർജികളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് അതെല്ലാം കഴിവ് അവർക്ക് കിട്ടുന്നതും പറയാൻ പറ്റില്ലല്ലോ. അത് ആ എനർജി ചിലപ്പോ ഈ ഫ്രീക്വൻസി രണ്ടുപേരുടെ എനർജി ഫ്രീക്വൻസിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്ന, നമ്മളത് അറിയുന്ന, അതെല്ലാവർക്കും അത് സംഭവിക്കണം എന്നില്ല. പക്ഷെ എന്ന് കരുതി ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സംഭവം നമുക്കത് ഫീൽ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കതില്ലാന്ന് വാശി പിടിച്ചിട്ട് പറയാനും പറ്റാത്ത ഇതാ. അതേപോലെ ഇവര് കുറെ അങ്ങനെ പരിഹസിച്ച് പറയുന്നുണ്ട്, ഒരു ആത്മാവിനെ കൊണ്ട് കാണിച്ച ഞങ്ങൾ ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന. അത് അങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് ഒരു ആത്മാവ് വരുമോ, അങ്ങനെ ഒന്നുമല്ല. ചിലപ്പോ ഈ എനർജി ചിലപ്പോ നമുക്കത് ഫീൽ ചെയ്യുന്നു, അത് സത്യം. അതേപോലെ ചില സമയത്ത് നമ്മൾ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് സ്വപ്നമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നമുക്കത് ഒരു ഇല്യൂഷൻ പോലെ തോന്നുന്നു. പക്ഷെ എന്ന് കരുതി നാളെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാളെ എന്ത് നടക്കും നമ്മളോട് ചോദിച്ചാൽ പറയണമെന്നില്ല. അപ്പോൾ എല്ലാവരും അപ്പോൾ അങ്ങനെ പരിഹസിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ചില ആളുകൾക്ക് ചില ഫീലിങ്സ് ചില സമയത്ത് അറിയുന്നു, ചില എനർജി ഈ ഫ്രീക്വൻസി സെയിം ആകുന്ന സമയത്താവുക, അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു ആറാം ഇന്ദ്രിയം അല്ലെ എന്തെങ്കിലും ഒരു ഇല്യൂഷൻസ് സംഭവം, അല്ലെ അവരുടെ ആ എനർജി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വപ്നങ്ങളിൽ കണ്ട് പറയുന്നത് ആളുകളെ ഒന്നിക്കെങ്കിലും ഒരു ഓഫീസിൽ എനിക്ക് ജോലി കിട്ടും, പക്ഷെ അവിടെ അത്രയും സ്റ്റാഫ് മാനേജർ എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരേ ഒരാളെയാണ് സ്വപ്നത്തിൽ കാണുന്ന ആള് ഇരിക്കുന്നതായിട്ടും ആ ഓഫീസ് സ്പേസിൽ. പക്ഷെ നമ്മൾ കാണുന്ന ആളെ പിന്നെ നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആ ആളെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് അറിയോ, ഈ ദൈവഭയം കൂടുതലുള്ള, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന, മനസ്സ് ഭയങ്കരമായിട്ട് ക്ലിയർ ലൈഫ് കൊണ്ടുനടക്കുന്ന, മനസ്സിൽ ഒരു അസൂയ കുശുമ്പൊന്നും ഇല്ലാണ്ട് ഭയങ്കര എനർജി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും അങ്ങനെ ആ ഒരു ആളെ പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ ആളെ ഞാൻ നോക്കുമ്പോൾ ആ ഓഫീസിൽ ഏറ്റവും കൂടുതൽ ദൈവഭക്തിയുള്ള ആള്, ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരാള്, ആളെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ചിലപ്പോൾ ആ ഫ്രീക്വൻസികൾ തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഹിഞ്ച് തരുന്നതാവും. അതേപോലെ ഈ മോശം, ചില ആൾ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ മോശം സംഭവങ്ങൾ വരുമ്പോൾ എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്, പക്ഷെ നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ചിലപ്പോൾ അത് നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ എന്താ, നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കണം, അത് സംഭവിച്ചേ പറ്റൂ. അപ്പൊ നമുക്ക് എത്ര നമ്മൾ അതിന് പ്രിപ്പറേഷൻസ് എടുക്കാൻ നോക്കിയാലും അവിടെ നമ്മൾ ബ്ലോക്കായി പോവാ. കാരണം എന്താ, ഇത് നാളെ നടക്കണം നമ്മളെ ലൈഫിൽ. അപ്പൊ ചില കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ പോകുന്നുള്ളതാ. കാരണം എന്തോ അത് ചില ആളുകൾ പറയാറുണ്ട്, മുൻജന്മങ്ങളിൽ ഉള്ള ബന്ധങ്ങൾ നമ്മുടെ ഈ ലൈഫിൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റായാലും നന്മയായാലും അത് ഈ ജന്മത്തിൽ നമ്മൾ കൂടണ്ട, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സ്പേസിലേക്ക് ഫസ്റ്റ് പോകുന്ന സമയത്ത് ഭയങ്കര ഡിപ്രഷൻ, ഭയങ്കര ടെൻഷന് എല്ലാം. പക്ഷെ ഞാൻ അവിടേക്ക് പോയപ്പോൾ കുറെ ആളുണ്ട്. അപ്പൊ അതിൽ 2 ലേഡീസ് ഞാൻ കണ്ടപ്പോ ഞാൻ അവരെ അത്രയും ടെൻഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ കണ്ടപ്പോ എൻ്റെ നെഞ്ഞത്തുനിന്ന് എന്തോ നമുക്ക് അത്രയും പ്രിയപ്പെട്ട, നമുക്ക് അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എത്ര ഇഷ്ടപ്പെട്ട ഒരാളെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു ഫീലിങ്സ്, അതുപോലുള്ള പെട്ടെന്ന് ഒരു ഫീലിങ്സ് ഇവരെ കണ്ടപ്പോൾ. പക്ഷെ അതിലൊരു ലേഡി നമ്മളെ നാഷണാലിറ്റി അല്ല, പക്ഷെ അവരുടെ ലുക്ക് ശരിക്കും ഇന്ത്യൻ ലുക്കാണ്. പക്ഷെ അവരെനിക്ക് നന്നായിട്ടാ, എൻ്റെ ലൈഫിൽ അവർക്ക് എന്തോ ഒരു എൻ്റെ ആരോ ആയിരുന്നു എന്നുള്ളൊരു ഫീല്. ആ 2 സ്ത്രീകളെ, മറ്റേ ആള് പിന്നെ കണ്ടപ്പോൾ എനിക്ക് അതേ ഫീല്, എൻ്റെ ആരോ ആണ് ഇവരെ, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ. എനിക്ക് എന്താ ഇതിലൊക്കെ എന്താ
കാര്യം ഇതിലൊന്നും ആധികാരികമായി പറയാനോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതില് എത്ര ശരിയുണ്ട് തെറ്റുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ ചിലപ്പോ തോന്നാൻ വട്ടാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ വട്ടാണോ, അല്ലെ തള്ളി മറിക്കാണോ ഒക്കെ. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവരൊക്കെ ചിരിച്ച് പരിഹരിച്ച് വട്ടാന്ന് വയ്ക്കും. പക്ഷെ ഇത് വട്ടല്ല, ഇതെല്ലാം എനിക്ക് ഉണ്ടായ അനുഭവങ്ങളാ. അതൊക്കെ പിന്നീട് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാ. ഇപ്പൊ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് ഒരു ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ബ്ലോക്കായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു പെയിന് ഉള്ളിലുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ എന്തോ നമ്മുടെ മൈൻഡിലുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയും. അതെ, എനിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ മനുഷ്യന്മാരുണ്ട് മനസ്സിൽ. പക്ഷെ അവരെടുത്ത് അവര് ചെയ്ത തെറ്റ് ഞാൻ പുറത്തു കൊടുത്തു. ദൈവമേ നീയും പുറത്തു കൊടുക്കൂന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കൂടി അതിന്റെ പെയിന് ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ആ പെയിന് സ്വാഭാവികമായിട്ട് ആ പെയിൻ ഉള്ളിൽ ഉണ്ടാവും. കഴിഞ്ഞു പോയ മോശം അനുഭവങ്ങളൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പെയിൻ ഉള്ളിലുള്ളത് കൊണ്ടാവും ചിലപ്പോൾ അതൊരു ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നത് എനിക്കറിയാം. 100% ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അത് ഹീലായാൽ മാത്രമാണ് എൻ്റെ ലൈഫ് രക്ഷപ്പെടൂ. 100% എൻ്റെ ആ പഴയ ലെവലിലേക്ക് എൻ്റെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ, പഴയ പോലെ ക്യാഷ് ഫ്ലോ എന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ബ്ലോക്ക് മാറിയേ പറ്റുള്ളൂ. പക്ഷെ ആ ബ്ലോക്ക് എനിക്കറിയാം, ബ്ലോക്ക് മാറ്റണം. പക്ഷെ ബ്ലോക്ക് മാറ്റാനുള്ള വഴികളുണ്ട്. പക്ഷെ എന്താ, അതിലേക്ക് നമുക്ക് അതിനു വേണ്ടി ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാവും? നമുക്ക് ഈ ടൈം പീരീഡ് നമ്മൾ പാസ് ചെയ്ത് പോകണം. ഇത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇത് നമ്മൾ ചിന്തിക്കാം, എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. എന്തിനിത്ര? പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ എത്ര ടൈം എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പല കാര്യങ്ങളും ബ്ലോക്ക് ആവും. അത് ചിലപ്പോൾ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്തതുകൊണ്ടോ. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളെ ബ്ലോക്ക് ആക്കുകയാണ്. ഈ ഒരു പീരീഡിലൂടെ നിങ്ങൾ കടന്നു പോയേ പറ്റുള്ളൂ. അത് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. ഒരിക്കലും എൻ്റെ പ്രവൃത്തികള് അപ്പൊ അത്ര വലിയൊരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ ഇത്രയും സമയം അങ്ങനെ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ട ആളെ അല്ല ഞാൻ. പക്ഷെ അത് നമ്മളെ ലൈഫിലേക്ക് വരുന്നത് എന്തുകൊണ്ടാ? തീർച്ചയായും ചിലപ്പം മുൻജന്മങ്ങളിലുള്ള എന്തോ തെറ്റിന്റെ ഫലം ഈ ജന്മത്തിൽ അത് അനുഭവിക്കുന്നതാവാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത് മുമ്പേ പ്രിക്കോഷൻസ് എടുക്കാമായിരുന്നു. ട്രൈ ചെയ്തു. പക്ഷെ എന്താ, അവിടെ എല്ലാം ബ്ലോക്ക് ആകുകയാണ്. പക്ഷെ ഇത്രയും ഒരു ടൈം പീരീഡ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരേ ഒരു ദിവസം കൊണ്ട് നമുക്ക് ആ സ്പേസിൽ നിന്ന് പുറത്ത് വരായിരുന്നു. പക്ഷെ എന്താ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കെതിരെ എല്ലാ കാര്യങ്ങളും നമുക്കെതിരാകുക, പിന്നെ എല്ലാം ബ്ലോക്ക് ആകുക, നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ അവരുടെ കണ്ണും മനസ്സും അങ്ങ് ബ്ലോക്കായി പോയിട്ട് അവര് സത്യം തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ വരിക, അല്ലെങ്കിൽ അതൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക. അപ്പോൾ മനഃപൂർവ്വം അത് ബ്ലോക്കായിട്ട് നിങ്ങൾ ഈ ടൈം പീരീഡിലൂടെ കടന്നു പോകണം. അതെന്തായാലും സംഭവിച്ചേ പറ്റൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്ര കഴിവുള്ള ആളായാലും ശരി, എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്കുണ്ടായാലും ശരി, ചില കാര്യങ്ങളിൽ അത് രോഗത്തിന്റെ കാര്യമായാലും ഫിനാൻഷ്യൽ ബ്ലോക്കിന്റെ കാര്യമായാലും എന്ത് തന്നെ ആയാലും ആ ഒരു ടൈം പീരീഡ് നമ്മൾ കടന്നേ പറ്റുക. പക്ഷെ അറിയാം നാളെ സുന്ദരമായൊരു ലൈഫ് ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോ ഇത് പാസ് ചെയ്ത് കടക്കണം. അത് കുറച്ച് ടഫായിരിക്കാം. പക്ഷെ അത് നമ്മൾ അനുഭവിച്ചേ പറ്റുക. പിന്നെ നമ്മൾ അറിയണം അതിലിപ്പോ നമുക്കിപ്പോ എല്ലാ രീതിയിലും, ഉദാഹരണത്തിന് ഞാൻ ഇപ്പം പറയുമ്പോൾ എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ബ്ലോക്ക്സ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ ബ്ലോക്ക് മാറ്റാൻ എനിക്ക് നല്ലൊരു ജോബ് കിട്ടിയാൽ എനിക്ക് ഇത്ര പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മൾ ആ ലെവലിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് മനസ്സുകൊണ്ട് അങ്ങ് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു അതിലേക്ക് പോകുമ്പോൾ നമ്മളെ മുന്നിൽ തുറക്കേണ്ട വാതിലുകൾ തുറക്കാത്ത അവസ്ഥ. അതല്ല എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ അവസ്ഥയിലൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്ലോക്ക് ആവും ചില സമയത്ത്. എൻ്റെത് മാത്രമല്ല, എല്ലാവരുടെ അവസ്ഥകളാണ് ഞാൻ ഈ പറയുന്നത്. അത് ചില ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ ചില കാര്യങ്ങൾ അനുഭവിച്ചേ മതിയാവും. അതിൽ നമ്മൾ എത്ര ഇപ്പം നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു, വലിയ ലെവലിൽ നിന്ന് ചെറിയ ലെവലിൽ നിൽക്കുക. അപ്പോൾ എനിക്ക് നാളെ ഒന്നും സംഭവിക്കൂല, അല്ലെങ്കിൽ ഒന്നും അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ
ചില കാര്യങ്ങൾ നടന്നേ പറ്റൂ. ആ ചില കാര്യങ്ങളിൽ നമ്മൾ പാസ് ചെയ്ത് പോയേ പറ്റൂ. അപ്പൊ അതിലെല്ലാം ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ എനർജീന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാത്ത, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെ നമ്മുടെ കണ്ണുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത എന്തൊക്കെയോ ഈ ലോകത്തുണ്ട്. പക്ഷെ അത് അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 10% മാത്രമായിരിക്കും ഈ ലോകത്ത് നമുക്ക് ജീവിക്കുന്ന ആളുകൾക്ക് അറിവുള്ളൂ. അറിവില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അറിവില്ലാത്ത ആളുകൾ അതിനെ പരിഹസിക്കും, ഇല്ല എന്ന് പറഞ്ഞിട്ട് വാദിക്കും. ചില അനുഭവങ്ങൾ നമുക്കിപ്പോ നമ്മൾ അനുഭവിച്ചൊരു കാര്യം നമുക്ക് പറയാനല്ലേ പറ്റൂ. അപ്പൊ അത് മറ്റൊരാൾക്ക് പരിഹാസമായിട്ട് തോന്നാം. പക്ഷെ അത് നമുക്ക് മറ്റൊരാൾ അനുഭവിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ. നമ്മളെ ജീവൻ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാല് നമുക്ക് നമ്മളെ ശരീരത്തിൽ എവിടെയാ ജീവൻ എന്നുള്ളത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ ഈ പ്രേതം ഇല്ല, ആത്മാവില്ല എന്നൊന്നും നമുക്ക് പറയാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം ഇതാവുന്നു. ഈ ജീവൻ എവിടേക്ക് പോകുന്നു നമുക്ക് പറയാൻ പറ്റുമോ? ജീവൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്, ഇതാക്കുന്നത്. അപ്പോ ഒരു ജീവനുണ്ട്. പക്ഷെ അത് എവിടെയെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അതേപോലെ സ്നേഹം, അങ്ങനെ പല കാര്യങ്ങളും. നമുക്ക് ഈ സ്നേഹം എന്ന് പറയാൻ എന്താന്നുള്ളത് നമുക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അതൊക്കെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പറഞ്ഞു എന്നാളും. അപ്പൊ പറയാത്തതായിട്ടും കുറെ കാര്യങ്ങളുണ്ട്. അതില് ഞാൻ പക്ഷെ എൻ്റെ അനുഭവം ഇവിടെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് കേൾക്കുമ്പോ ചില പ്രായം ആവുന്നതിനനുസരിച്ച് നമുക്ക് മറവികൾ കൂടുതലോ. ഇപ്പൊ ഇതിൽ തന്നെയുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതുപോലെയുള്ള. പക്ഷെ കുറെയൊക്കെ ഞാൻ മറന്നു, കുറെയൊക്കെ ഓർത്ത് വെക്കുന്നു. പക്ഷെ പറയാൻ പറ്റാത്ത കുറെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത്ര പബ്ലിക്കായിട്ട് പറയാൻ പറ്റാതെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഇതേപോലെ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും നമ്മളപ്പോൾ ഇപ്പോഴേ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഷാല്ലാ നമ്മൾ നടക്കില്ലോ നോക്കാം. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളിപ്പം ബ്ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിലേക്കൊക്കെ നമുക്കറിയാം. ശരിക്കും എനർജി നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് നിന്നാല് അവരെ മുഖത്ത് നോക്കി അവരുടെ എനർജി നമുക്ക് മനസ്സിലാവും, അല്ലേ? മനസ്സിലാവുന്നവരുണ്ട്. ഒരാളെ കണ്ണിൽ നോക്കിയാൽ അറിയാം അയാളിൽ നെഗറ്റീവ് എനർജിയോ പോസിറ്റീവ് എനർജിയോ ഉണ്ട് എന്നുള്ളത്. അയാൾ നിങ്ങളെ മുന്നിൽ എത്ര ചിരിച്ച് കളിച്ച് നിന്നാലും അയാൾ നിങ്ങൾക്ക് മോശമാണോ നിങ്ങൾക്ക് നല്ലതാണോ എന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അയാളെ മനസ്സിലാക്കാം. അതേപോലെ അയാള് ചിലപ്പോൾ നിങ്ങളെ മുന്നിൽ ചിരിച്ച് കളിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ നേരെ തിരിഞ്ഞു നിന്നാൽ നിങ്ങളെ കൊണ്ട് കുറ്റം പറയുന്നുണ്ടാവും, നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കുന്നുണ്ടാവും, നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് ചെയ്യൂ. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവർ ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ആളാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ എനർജി ഒരാളെ കണ്ണിൽ നോക്കി ഒരാളെ 100% മനസ്സിലാക്കാൻ പറ്റാൻ കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ അടുത്ത് നമ്മൾ ഇടപഴകുമ്പോൾ അവരിലുള്ള എനർജി എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു അനുഭവം ഇവിടെ പറയാം. ഞാൻ മുമ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആള് കമ്പനിയുടെ പാർട്ട്ണറും മാനേജറും കൂടെ ആയിട്ട് വന്നു. ആളുടെ നെക്സ്റ്റ് ബ്രാഞ്ചും വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. അതിന്റെ പാർട്ട്ണറും ഇപ്പം മെയിൻ ബ്രാഞ്ചിന്റെ മാനേജറും കൂടെ ആയിട്ട് വന്നു. ആള് നല്ല സ്മാർട്ടാണ്, നല്ല കഴിവുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് നല്ല നീറ്റ് ആൻഡ് നല്ല കാണാൻ നല്ല ഓക്കെ ആയ ഒരാള്. പക്ഷേ എൻ്റെ ബോസ് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, ജോയിൻ ചെയ്തിട്ട് ആൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, ടേബിള് കാര്യങ്ങൾ എല്ലാം ആളെ റൂം സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ടേബിൾ എല്ലാം ആള് പാർട്ട്ണറും മാനേജറായിട്ട് വരുന്നത്. അപ്പോൾ വലിയ ടേബിളും വലിയ ആ സെറ്റപ്പിനനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്തു. ആള് വന്നു, ആളെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ആളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ആള് ഓക്കെ ആണ്, പക്ഷെ അത്ര പോരാതെന്നുള്ളൊരു എന്തൊന്നും നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾക്ക് മനസ്സിൽ തോന്നി. അപ്പോ ആള് വന്ന സമയം മുതലേ ഈ ബോസിന്റെ അടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്യണം, പാർട്ണർഷിപ്പ് ആണല്ലോ പറയുന്നുണ്ടായിരുന്നു. ആള് എഗ്രിമെന്റ് എല്ലാം റെഡിയാക്കി കൊടുത്തു. പക്ഷെ ഈ പുതിയ മാനേജർ എടുത്ത് ഇടപഴകുമ്പോൾ നമുക്കറിയുന്നുണ്ട് അത് അത്ര നല്ലതല്ല, ഇയാളെ കൊണ്ടുവന്നത്ര അല്ല, ഇയാൾ അത്ര
ആൾ ഓക്കെ അല്ല എന്നുള്ള ഒരു എനർജി അത്ര ഒരു സുഖമില്ല. ആളുടെ അടുത്ത് നമുക്ക് നിൽക്കുമ്പോൾ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാം, നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത. ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആളെ മുഖത്തേക്ക് നോക്കുമ്പോഴല്ലോ എന്തോ ഓക്കെ അല്ലാത്ത പോലെ. അപ്പോ ഒരു സമയത്ത് ബോസിന്റെ അടുത്തേക്ക് റൂമിലേക്ക് ഞാൻ പോകുമ്പോ ആളെന്റെ അടുത്ത് പറഞ്ഞു, ഇതാ ആളുടെ പുതിയ വന്ന ആളുടെ അഗ്രിമെന്റ് ആണിത്, ഇങ്ങനെ പിന്നെ പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ സൈൻ ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് കാണിച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ, അത് അവരുടെ കാര്യല്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ എന്റെ അടുത്ത് ഞാൻ നോക്കി ഇതൊന്ന് വായിച്ചു നോക്കുന്നതാണ്. അപ്പൊ ഞാൻ സൈൻ ചെയ്തതല്ലേ, സൈൻ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ വേറൊരാളെ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറൊരാളെ കാണിച്ചിട്ട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല, അവിടെ ക്ലോസ് ചെയ്തു. അപ്പോ എന്താ ബേബി 1 മിനിറ്റ് മമ്മ വരാം. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഒരാളെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് വേണ്ടിയിരുന്നില്ല, പക്ഷെ അത്ര നല്ല ഫീൽ ചെയ്യുന്നില്ല, പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതുമായിട്ട് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വരാൻ സാധ്യത ഉണ്ട്, എനിക്ക് ആളത്ര ഓക്കെ ആയിട്ട് തോന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അയാൾ മുമ്പ് നിന്ന സ്ഥാപനങ്ങളിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, ഈ കമ്പനി റിസൾട്ട് ഉണ്ടാക്കാൻ അതൊക്കെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ ആളുടെ എനർജി അത്ര നല്ലതല്ല, നാളെ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്, നിങ്ങളിഷ്ടം ഓൾറെഡി അഗ്രിമെന്റ് സൈൻ ചെയ്തു, ഓക്കെ നിങ്ങളിഷ്ടം. അപ്പൊ ആളത്ര വിശ്വസിച്ചില്ല. ഞാനെന്തോ ചിലപ്പോ എന്തോ അസൂയ കൊണ്ട് പറയുന്നതാവും ചിന്തിച്ചിട്ടുണ്ടാവും, പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്നൊക്കെ കുറെ കഴിഞ്ഞപ്പോ ഞാൻ റിസൈൻ ചെയ്തു. എനിക്ക് കുട്ടി പ്രഗ്നന്റ് ആയപ്പോ ഡെലിവറിന്റെ സമയത്ത് ഞാൻ റിസൈൻ ചെയ്തു. പക്ഷെ പിന്നീട് കാലം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു, പക്ഷെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, അത് വേറൊരാളുടെ കാര്യം. പക്ഷെ ആൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതില് കാര്യമുണ്ട്, ശരിയായിരുന്നു എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ നമ്മളെ മുന്നിൽ ഒരാൾ വന്നിരുന്നാല് അവരുടെ എനർജി നമുക്ക് മനസ്സിലാവും, നമുക്കറിയാം ആരാണ് നമുക്കെതിരെ സംസാരിക്കുന്നത്, ആരാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആരില്ലാണ്ടാക്കുന്നുണ്ടല്ലോ നമുക്കറിയാം. പക്ഷെ നമുക്ക് മനസ്സിൽ ചിരിക്കാം, എന്തൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മളെ സ്പേസ് അതാണ്, സ്പേസിൽ തന്നെ എത്തിപ്പെടുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചതൊക്കെ നമ്മളെടുത്ത് വരും, അതിന്റെ ഇടയിൽ എന്തൊക്കെ ബ്ലോക്ക് ഉണ്ട്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അതിലൊക്കെ നമ്മൾ കടന്നു പോകണം. ആ കടന്നു പോകേണ്ട അത് നമ്മളെ വിധിയാണ്, ആ വിധി നമ്മൾ ആക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തൊക്കെ എനർജികൾ നമുക്ക് ചുറ്റുമുണ്ട്, അതിൽ പല ആൾക്കാർക്കും ആ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില ആൾക്കാർക്ക് അത് പറ്റുന്നില്ല. പറ്റാത്തത് സത്യമാണ്, കാണാത്തത് കള്ളമാണ് എന്നൊന്നും പറയുന്നില്ല, ഒന്നും അർത്ഥമില്ല. ഓരോരുത്തരുടെ അനുഭവങ്ങള് അവര് പറയുന്നു, അതില് കള്ളമാണ് അങ്ങനെ സംഭവം ഇല്ലാന്ന് വാദിക്കാനും ഉണ്ടെന്ന് വാദിക്കാനും നമ്മളെ ആളല്ല എന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ കുറെ ലോങ് ആയിപ്പോയില്ലേ. ഇൻഷാ അല്ലാ, ബൈ, താങ്ക് യു.